Red alcohol. പിന്നെന്താ? പക്ഷെ അതിനു മുൻപ് ഈവൻ സ്മോൾ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എങ്കിലും കുടിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. Beer. 2 on 10. കാരണം ഇതിൽ കാലറീസ് ഭയങ്കര കൂടുതലാണ്, അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് ഉണ്ടായിട്ട് വയറ് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Whiskey. വിസ്കി 5 on 10. കാരണം ഇത് ഹൈ ലോഡാണ് നമ്മുടെ ലിവറിന് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരുപാട് ക്രോണിക് ഡിസീസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മോഡറേറ്റ് ആയിട്ട് എടുത്താൽ കൊള്ളാം. Red wine. 3 on 10. സാധാരണ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ റെഡ് വൈൻ നല്ലതാണെന്നാണ്, പക്ഷെ ഇത് ഹൈ കാലറീസ് ആണ്, അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ടിൽ എടുക്കാം, അത്ര തന്നെ. Tequila. 7 on 10. ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നില്ല, നല്ലൊരു സോഴ്സ് നല്ല ടെക്കീല ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. Vodka. 8 on 10. ലോ കാർബും ലോ കാലറീസ് ആണ്, ഡൈജഷനെ സഹായിക്കുന്നുണ്ട്, അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ ശരീരത്തിൽ ചെറിയ രീതിയിൽ കൂട്ടുന്നുണ്ട്. സോഡയുടെ കൂടിയോ അല്ലെങ്കിൽ വാട്ടറിന്റെ കൂടിയോ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്ലീൻ സ്പിരിറ്റ് ആയതുകൊണ്ട് തന്നെ മോഡറേറ്റ്ലി എടുക്കുന്നത് നല്ലതാണ്. Rum. 6 on 10. ഇത് ഷുഗർ കെയിൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ്. ഡിസ്റ്റിലേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷുഗറിന്റെ അളവ് ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും കാലറീസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഡീഹൈഡ്രേഷനും ഹാങ് ഓവറും ഇത് കൂടുതലാണ്, ലിവറിന് ഒരു നല്ല ലോഡാണ് ഇത് കൊടുക്കുന്നത്. Gin. 8 on 10. കാലറീസും ഷുഗറൊക്കെ കുറവാണ്. ഇത് ബൊട്ടാനിക്കൽ സോഴ്സ് ആയിട്ടുള്ള ബെറീസിൽ നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ജോയിന്റ് പെയിൻസ് കുറയ്ക്കാനും ഡൈജഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ക്ലീനസ്റ്റ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ എടുക്കുന്നത് ജിൻ ഗുണം ചെയ്യും. Brandy. 5 on 10. ഇതിൽ ഷുഗർ ഒന്നുമില്ല, കാലറീസ് കൂടുതലാണ്, കാർബും കുറവാണെങ്കിലും ഇത് ഡൈജഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉറക്കമൊക്കെ നല്ല കാമാക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കൺസംഷൻ സ്ട്രിക്റ്റ് ആയിട്ട് മോഡറേറ്റ് എമൗണ്ട് മാത്രമേ പറ്റുള്ളൂ. Chai. മതി, വിട്ടോ.